നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ബസ് യാത്രക്കാരായ 9 പേർ പരിക്കുകളോടെ ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നാണ് പ്രാഥമിക വിവരം. ശനിയാഴ്ച രാവിലെ 10:15 സംഭവം. ചേർത്തലയിൽ നിന്നും പഴനിക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറിക്ക് മുന്നിൽ പോകുകയായിരുന്ന പിക്കപ്പ് വാൻ അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിന്നിൽ വന്ന ടോറസ് ലോറിയും KSRTC ബസ്സും അപകടത്തിൽപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബസ്സിന്റെ ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കുണ്ട്. അപകടത്തിൽപ്പെട്ട ബസ്സിൽ 44 യാത്രക്കാർ ഉണ്ടായിരുന്നു. ബസ്സിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നേതാക്കളായ MP വർഗീസ് മണിയാക്കു, K രാജേശ്വരി, ഭാഗ്യവതി ചന്ദ്രൻ, ഡേവിസ് W അക്കര, ആന്റണി കുറ്റൂക്കാരൻ, O വിജയൻ, സന്തോഷ് പറേക്കാടൻ, TT ബെന്നി, സിനി ബിജു, ലിറ്റി മെജോ, റോസ്മേരി, സനൽ മന്നളി, ചന്ദ്രൻ പുതിയടത്ത്, മനോജ്, അഭിജിത്ത്, ആൽബിൻ, ഹരൺ എന്നിവർ സന്നിഹിതരായി. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ കർക്കിടക മാസാചരണം നടത്തി. ദശപുഷ്പങ്ങൾ പരിചയപ്പെടൽ, രാമായണ പാരായണം, ഔഷധക്കഞ്ഞി, പത്തിലത്തോരൻ എന്നിവയുടെ വിതരണം നടത്തി. കൂടാതെ ആയുർധാര പരിപാടിയുടെ ഭാഗമായി മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. ഡോക്ടർ K ദിൽഷ, OS കീർത്തി എന്നിവർ ക്ലാസ് നയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എറണാകുളം PMLA കോടതിയിൽ ഹാജരാകുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. നിയമത്തെ മാനിക്കും. കേന്ദ്ര ഏജൻസിയായ ED കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPMനെ 68ാം പ്രതിയാക്കിയത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണം. ചില വ്യക്തികൾ നടത്തിയ കള്ളപ്പണ ഇടപാടിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. കള്ളപ്പണ കേസിൽ ED കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. BJP നേതാക്കൾ പങ്കാളികളായ കൊടകര കള്ളപ്പണ കേസിൽ ED എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും CPM ജില്ലാ സെക്രട്ടറി ചോദിച്ചു. അവിടെ നിക്ഷേപകർ വലിയ പ്രതിഷേധത്തിലാണ്. അവർ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിക്ഷേപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെ കാര്യത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ്. ആര് നയിക്കുന്നു എന്നുള്ളതല്ല, ജനങ്ങളുടെ പണമാണ്, അത് നഷ്ടപ്പെടാൻ പാടില്ല. അത് ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഞാനത് അതിനൊരു കേവല രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി കൂടൽമാണിക്യം ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർക്ക് സേവാഭാരതി ഒരുക്കുന്ന അന്നദാനത്തിനായി അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം ഇരിങ്ങാലക്കുട മേഖല വിവിധ ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറികളും സമാഹരിച്ച് കൈമാറി. പരിപാടിയുടെ ഭാഗമായി 45 കായക്കുല, 20 നാളികേരം, 150 കിലോ കൊള്ളി, 32 കിലോ ഉണക്കപ്പയർ കൂടാതെ 250 കിലോ പച്ചക്കറികൾ എന്നിവ സേവാഭാരതിക്ക് കൈമാറി. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദീപ് നെടുമ്പാളിനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാനത്ത് CNG വില വീണ്ടും വർദ്ധിപ്പിച്ചു. കിലോയ്ക്ക് ₹1.50 ശനിയാഴ്ച മുതൽ കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ 1 കിലോ CNGയുടെ വില ₹101. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് നേരത്തെയും CNG വില പലതവണ വർദ്ധിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സാധാരണക്കാർക്ക് വീണ്ടും വിലക്കയറ്റത്തിന്റെ തിരിച്ചടി. പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ CNG വാഹനങ്ങളിലേക്ക് മാറിയ സ്വകാര്യ വാണിജ്യ വാഹനോടമകൾക്കും ഡ്രൈവർമാർക്കും പുതിയ വർധനവ് കൂടുതൽ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ജൂലൈ 20 പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഉയർന്നിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
എണ്ണവില. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $120 മുകളിലെത്തിയപ്പോൾ രാജ്യത്ത് ഇന്ധനവില ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് എണ്ണവില ബാരലിന് $70 താഴെ എത്തിയിട്ടും അതിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിച്ചിട്ടില്ലെന്ന വിമർശനം ശക്തമാണ്. ഇന്ധനവില കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറാകാത്തതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,135 രൂപയും പവന് 1,05,080 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.